സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു, ഇബാദല്ലാഹ് തദാവൂ, അതുകൊണ്ട് അടിയാറുകളെ നിങ്ങൾ ചികിത്സിക്കണം. വലാ തതദാവൂ ബിൽ ഹറാം, ഹറാം കൊണ്ട് ചികിത്സിക്കരുത്. എല്ലാ രോഗങ്ങൾക്കും അള്ളാഹുവിൽ നിന്നുള്ള മരുന്നുണ്ട്, അതുകൊണ്ട് ആ മരുന്നേറ്റ് നിങ്ങൾ ചികിത്സ നടത്തണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രോഗത്തിന് ചികിത്സിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചതാണ്, ദീൻ പറഞ്ഞതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യകാരണങ്ങളെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ കാര്യകാരണങ്ങളിൽ പെട്ടതാണ് രോഗശമനത്തിന് നമ്മൾ മരുന്നിനെ ആശ്രയിക്കുക, അല്ലെങ്കിൽ മരുന്നിനെ അന്വേഷിക്കുക എന്നുള്ളത്. അതിനുള്ള നിദർശനമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വന്ന ഈ തദാവൂ എന്നുള്ള കൽപ്പന. മരുന്നുകളെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിലതൊക്കെ പറഞ്ഞു തന്നു. ചില മരുന്നുകളെ ആശ്രയിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രോത്സാഹിപ്പിച്ചു. അതിൽപ്പെട്ടതാണ് ഇൻകാന മിൻ അദ്വിയതികും ഖൈർ ഫഫി ശർത്തത്തി മിഹ്ജമിൻ ഔ ശർബത്തി അസ്ലിൻ ഔ ലദഗത്തിൻ ബിനാരിൻ എന്നുള്ള പ്രയോഗം. എന്താണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? നിങ്ങൾ ഉപയോഗിക്കുന്ന മരുന്നുകളിൽ വല്ലതിലും നന്മയുണ്ട് എങ്കിൽ, വല്ല ഗുണവുമുണ്ട് എങ്കിൽ അത് ശർത്തത്ത് മിഹ്ജമിൻ, കൊമ്പ് വയ്ക്കൽ ചികിത്സയിലാണ്. ഔ ഷർബത്തി അസ്ലിൻ, അല്ലെങ്കിൽ തേൻ കുടിക്കുന്നതിലാണ്. ഔ ലദഗത്തി ബിനാർ, ലദഗത്തി മിന്നാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊമ്പ് കൈ ചികിത്സയാണ്. അതായത് ചൂടാക്കി ശരീരത്തിൽ പ്രയോഗിക്കുന്ന ഒരു തരം ചികിത്സയാണ് കൈ ചികിത്സ എന്ന് പറയുന്നത്.